ശ്രീ റെജി ലൂക്കോസ് CPM സഹയാത്രികൻ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, ഈ 2022 പരാതി കിട്ടി കോടിയേരി ബാലകൃഷ്ണൻ ഇയാളുമായിട്ട് അകലം പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയ സ്ഥാനത്ത് നിന്നാണ് 2025 മധുര പാർട്ടി കോൺഗ്രസിലേക്ക് പ്രതിനിധിയായി രാജേഷ് കൃഷ്ണ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ രാജേഷ് കൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള ചരടുവലികൾ സംസ്ഥാന തലത്തിൽ നിന്ന് ഉണ്ടായി എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. സംസ്ഥാനത്ത് നിന്നെങ്ങനെയാ അങ്ങനെ ഒരു ചരടുവിലുണ്ടാകുന്നത്? അയാൾ UK നിന്നുള്ള പാർട്ടിയുടെ പ്രതിനിധിയാണ്. UK CPM-ന്റെ ഇത് വളരെ സ്ട്രോങ് ആണ്. UK ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അവിടെ നിന്നുള്ള 2 ഓവർസീസ് പ്രതിനിധികളെ പാർട്ടി കോൺഗ്രസിലേക്ക് നോമിനേറ്റ് ചെയ്തു. അതിലൊരാൾ ഈ പറഞ്ഞ രാജേഷ് കൃഷ്ണയാണെന്ന് പറയുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് പാർട്ടിയിൽ നിന്നും, അതായത് UK നിന്നും തന്നെ കുറെ പരാതികൾ ലഭിച്ചപ്പോൾ പാർട്ടി ഇതിനെ കുറിച്ച് അന്വേഷിച്ചു. അശോക് ധാവളയുടെ അടുത്ത് പരാതി ചെല്ലുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളൊരു ഒരു പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണെന്ന് പാർട്ടി കണ്ടെത്തുന്നതോടുകൂടി അയാളെ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ അയാളോട് മടങ്ങി പോകാൻ പറഞ്ഞു. പാർട്ടി കോൺഗ്രസ് അയാളെ പുറത്താക്കി. അത് അങ്ങനെയാണെങ്കിൽ 2024 മെയ് 17 AKD സെന്ററിൽ കിട്ടിയ പരാതി എന്താ അട്ടത്ത് വെച്ചോ? അല്ല, AKD സെന്ററിൽ കിട്ടിയ എന്ത് പരാതി നിങ്ങൾ പറഞ്ഞത് മനസ്സിലാകുന്നില്ല. പരാതി കിട്ടിയത് ഷർഷാദ് ഇയാൾക്കെതിരെ കൊടുത്ത, രാജേഷ് കൃഷ്ണയ്ക്കെതിരെ കൊടുത്ത പരാതി, അത്രേ ഉള്ളൂ. 2022 പരാതി കൊടുത്തു, അത് തന്നെ 2025 കൊടുത്തു. 2024 പരാതിയിൽ 2022 പരാതിയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളുമില്ല എങ്കിൽ പോലും രാജേഷ് കൃഷ്ണ അനധികൃതമായിട്ട് CPM-ന്റെ നേതാക്കൾക്കിടയിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് തന്നെയായിരുന്നു, അതിന്റെ പേരിൽ നടത്തുന്ന ഇടപാടുകളെ കുറിച്ച് തന്നെയായിരുന്നു. അതറിഞ്ഞിട്ടും കണ്ടില്ലെന്ന് ഭാവിച്ചു, അത്രയേ ഉള്ളൂ അവിടെ പ്രശ്നം. അല്ല, അസംബന്ധമായ ആരോപണങ്ങൾ ആർക്കും പറയാമല്ലോ. ഏതെല്ലാം രീതിയിലുള്ള പരാതികൾ ആർക്കും പറയാൻ പറ്റും. അതിനൊക്കെ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെങ്കിൽ മാത്രമല്ലേ പാർട്ടി നടപടി സ്വീകരിക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ 2025 കിട്ടിയതും അസംബന്ധമായ ഒരു പരാതിയായിരുന്നു. അല്ല, കൃഷ്ണ കൊടുത്തത് അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിച്ചു, അതിൽ അടിസ്ഥാനമില്ല എന്ന് കണ്ടതിന്റെ പേരിൽ എഴുതിത്തള്ളിയ ഒരു പരാതിയാണ്. അത് തന്നെയല്ല ഇന്നലത്തെ ആരും എഴുതിത്തള്ളിയ പരാതി കണ്ടഭാവം നടിച്ചില്ല, അത്രയേ ഉള്ളൂ. അല്ല, അതെങ്ങനെയാണ് മഞ്ജുഷ് പറയാൻ പറ്റുന്നത്? CPM-ന്റെ AK സെന്ററിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്കെല്ലാം വിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാമറയിൽ പകർത്താവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചുമ്മാ ഞാൻ പറയട്ടെ, അല്ലല്ല, എന്റെ സംശയം ഇത്രയേ ഉള്ളൂ. 2022 കോടിയേരി ബാലകൃഷ്ണൻ അത് മനസ്സിലായി, 2025 PBക്ക് അത് മനസ്സിലായി. MA ബേബി കൂടി ഉണ്ടായിരുന്നു അതിൽ. MA ബേബി അപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് ഒരു സേ ഉണ്ടായിരുന്നു ആ സമയമായപ്പോഴേക്കും. പക്ഷേ 2024 മെയ് 17 കിട്ടിയ പരാതി MV ഗോവിന്ദന് മനസ്സിലായില്ല. അതെങ്ങനെയാണ് എന്നുള്ളതേ ഉള്ളൂ. അല്ല, അതൊരു വിചിത്രമായ ചോദ്യം. 2022 നൽകിയ ഈ കത്തിന്റെ തനിപ്പകർപ്പാണ് ഇന്നലെ ഞാനൊന്നും കൂടി നിങ്ങളുടെ ചാനലിൽ പങ്കെടുത്ത ചർച്ചയിൽ അയാളെന്താ പറഞ്ഞത്, അതിന്റെ 0 തിരുത്തുന്നവർ, ദാറ്റ് മീൻസ് ഒരു വാക്ക് പോലും തിരുത്താതെ ഉണ്ട്. ഇത് കേൾക്കൂ, അയാള് പോളിറ്റ് ബ്യൂറോയ്ക്ക് അയച്ചെന്ന് പറഞ്ഞു, കത്തയച്ചെന്ന് പറഞ്ഞു. ഈ കത്ത് ഇങ്ങനെ 3-4 വർഷമായിട്ട് ഒരു കത്തിന്റെ പകർപ്പ് അയാൾ ഇങ്ങനെ പലയിടത്തും കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെ ആർക്കെല്ലാം കത്ത് കൊടുക്കാൻ പറ്റും? അയാൾ തന്നെ ഇന്നലെ ചാനലിൽ പറഞ്ഞു വേറൊരു അസംബന്ധമില്ലേ, അത് മഞ്ജുഷ് കേട്ടതല്ലേ. അയാൾ മഞ്ജുഷിന് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ ചൂളിക്കൊണ്ട് പറഞ്ഞ മറുപടി എന്താ, ഈ പറയുന്ന തോമസ് ഐസക്കിന് MB രാജേഷിനെ പോലുള്ളവരുടെ പേരുകള് ഞാൻ അത് വെറുതെ ഒരു ചെറുതായിട്ടൊന്ന് എഴുതിയിട്ടുള്ളൂ, ചെറിയ 1-2 വാചകം മാത്രമേ ഉള്ളൂ, അത് ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എഴുതിയല്ലെന്ന് അയാൾ പറഞ്ഞില്ലേ? നിങ്ങളുടെ ചാനലിൽ ഞാൻ ആ പരാതി ഞാൻ വായിച്ചു നോക്കിയാണ്. അതിനകത്ത് ഈ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന പല പദ്ധതികളും എന്തുകൊണ്ട് കേരളത്തിൽ പരാജയപ്പെട്ടു, അതിനിടയിലുള്ള സാമ്പത്തിക ഇടപാട്, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ അദ്ദേഹം ഒരു അവതാരമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ എല്ലാ കത്തുകളും. 2022 2024 മെയ്യിലെയും 2025 പാർട്ടി കോൺഗ്രസിന് തൊട്ടുമുമ്പ് കൊടുത്ത കത്തുമെല്ലാം ഈ അവതാരത്തിന്റെ ചെയ്തികൾ വ്യക്തമാക്കുന്നതാണ്. അത് ബോധ്യപ്പെട്ടു PBക്ക്. അതുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി UK നിന്ന് മധുര വരെ വന്നിട്ടും തിരിച്ചയച്ചത്. പക്ഷേ AKD സെന്ററിൽ കിട്ടിയ കത്ത് മാത്രം ബോധ്യമായില്ല, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിലൊന്നും വ്യത്യാസമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന MV ഗോവിന്ദന് കിട്ടിയ കത്ത് മാത്രം ബോധ്യമായില്ല. ഞാൻ ഒരു സെക്കൻഡ്, എനിക്കൊരു സംശയമുണ്ട്. അരുൺ അങ്ങനെയല്ലേ? അരുൺ അങ്ങനെയല്ലേ? അരുൺ, റെജി പറയുന്ന കുറെ കത്തുകൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ മറുപടി പറയണമെന്ന് ആവശ്യപ്പെടുന്നു. അതെങ്ങനെയാണ് ശരിയാവുന്നത്? അതാണ് അസംബന്ധം എന്ന് പറയുന്നതെന്നാണ്. പക്ഷേ 2022 കോടിയേരിക്ക് കിട്ടിയ കത്തിനെ തുടർന്ന് അദ്ദേഹം ഇയാളുമായിട്ട് അകലം പാലിക്കണമെന്ന് പറഞ്ഞു. 2025 PBക്ക് ധാവളയ്ക്ക് കത്ത് കിട്ടിയപ്പോൾ അത് PB അംഗങ്ങൾ ചർച്ച ചെയ്യുകയും ഇയാളെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഓടിക്കുകയും ചെയ്തു. പക്ഷേ 2024 മെയ് 17 AKD സെന്ററിൽ കിട്ടിയ കത്തിന് അതിന് ഒരു പരിഗണനയും കിട്ടിയില്ല. ഇത് ശരിയല്ലേ? അങ്ങനെയല്ലേ സംഭവിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്, അതാണ് അതിൻ്റെ വസ്തുത. 2022 കോടിയേരി ബാലകൃഷ്ണ കത്ത് കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗൗരവം മനസ്സിലായി. കാരണം ഈ രാജേഷ് കൃഷ്ണയ്ക്ക് എത്രത്തോളം ബന്ധം പാർട്ടി നേതാക്കളുമായി ഉണ്ട് എന്ന് കോടിയേരിക്ക് വ്യക്തമായിരുന്നു. എല്ലാ നേതാക്കൾ അവിടേക്ക് പോകുമ്പോഴും UK പോകുമ്പോഴും നിരവധി പ്രോജക്റ്റുകളുടെ പേരിൽ രാജേഷ് കൃഷ്ണ കേരളത്തിലേക്ക് വരുമ്പോഴും ഒക്കെ ആ ബന്ധം വളരെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരാൾ, നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ 2014 അധികാരം എത്തുമ്പോൾ
പറഞ്ഞത്. അവതാരങ്ങൾ പലതും അധികാര കേന്ദ്രങ്ങൾ ചുറ്റിപ്പറ്റി വരാം, അത് അവരെ എൻ്റർടൈൻ ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് നേതാക്കളുടെയും മന്ത്രിമാരുടെയും കടമ. ആ ഒരുപക്ഷെ ഈ പിണറായി വിജയൻ പറഞ്ഞ തിരിച്ചറിഞ്ഞ് തന്നെയാകാം ഈ ഒരു അവതാരത്തെ വളരെ കൃത്യമായി അവിടെ കോടിയേരി ബാലകൃഷ്ണൻ തിരിച്ചറിയുകയും അദ്ദേഹം അത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ രാജേഷ് കൃഷ്ണ പ്രതിനിധിയാകാതെ പോയത്. 2024 മെയ് 17 CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിനും അതുപോലെ കേന്ദ്ര നേതാക്കൾക്കും കത്ത് കിട്ടുമ്പോൾ ഈ ഒരു ഗൗരവം സംസ്ഥാന നേതൃത്വമോ കേന്ദ്ര നേതൃത്വമോ ഉൾക്കൊണ്ടില്ല എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ വീണ്ടും ഇയാൾ അവിടെ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുകയോ പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയെ വരികയോ ചെയ്യില്ലായിരുന്നു ഉറപ്പാണ്. കാരണം ഇത്ര ഗുരുതരമായ ആരോപണമുള്ളയാളെ എങ്ങനെയാണ് UK ഘടകത്തിൻ്റെ പ്രതിനിധിയാക്കുക, സമ്മേളനത്തിൽ പങ്കെടുക്കുക, അവിടെ സെക്രട്ടറി ആക്കാൻ പോലും ശ്രമം നടന്നു എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ആരാണ് അതിന് സഹായിച്ചത്? ഇത്രയധികം ഷെയ്ഡി ക്യാരക്ടർ എന്ന ഒരു പരാതി പാർട്ടിക്ക്. പക്ഷേ അത് റെജി പറഞ്ഞതിൽ ഒരു കാര്യമുണ്ടല്ലോ, അത് അവിടെയാണ് തീരുമാനിക്കുന്നത്, അതിന് സംസ്ഥാന ഘടകത്തിന്റെ ഒരു ഇടപെടൽ വരികയില്ല എന്ന്. ഒരിക്കലുമല്ല, സ്വാഭാവികമാണ്. അത് UK ഘടകം റജി പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, റജി ലൂക്കോസ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. തീർച്ചയായിട്ടും അത് കേന്ദ്ര കമ്മിറ്റി നേരിട്ട് നിയന്ത്രിക്കുന്ന ഘടകമാണ്. പക്ഷേ ഇത്തരമൊരു പരാതി സംസ്ഥാന ഘടകത്തിന് മുമ്പായി ഉള്ളപ്പോൾ ആ വിവരം കേന്ദ്ര കമ്മിറ്റി അറിയിക്കാനും നമുക്കറിയാമല്ലോ. സ്വാഭാവികമായും ഒരു നേതാവിനെതിരെ ഒരു ബ്രാഞ്ച് അംഗം പരാതി നൽകിയാൽ പോലും അത് സംസ്ഥാന നേതൃത്വത്തിന് മുമ്പാകെ എത്തുമ്പോൾ അത് അറിയിക്കുന്ന ബന്ധപ്പെട്ട ഘടകത്തെ അറിയിക്കേണ്ട ചുമതല നേതൃത്വത്തിനുണ്ട്. മാത്രമല്ല ഇവിടെ സംസ്ഥാന സെക്രട്ടറി പൊളിറ്റ് ബ്യൂറോ അംഗമാണ്. സ്വാഭാവികമായി അദ്ദേഹം ഈ പരാതി അവിടെ അറിയിച്ചിരിക്കണം. സീതാറാം യെച്ചൂരിക്കും പ്രകാശ് കാരനുമൊക്കെ നേരിട്ട് ബന്ധമുള്ള ആൾ കൂടിയായിരുന്നു ഈ രാജേഷ് കൃഷ്ണ. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാത്ത ആളല്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികത്തിന് പരാതി വരുമ്പോൾ ആ രീതിയിൽ ഗൗരവത്തോടെ എടുക്കണമായിരുന്നു കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും. അതുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ എല്ലാ വിവാദങ്ങളെയും ഈ പരാതിയും ഒക്കെ മറികടന്നുകൊണ്ട് ഈ ഷർഷാദ് ആരോപിക്കുന്നത് ശരിയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനുമായി അത്ര നല്ല ബന്ധമുള്ള ആളായിരുന്നില്ല രാജേഷ് കൃഷ്ണ. പക്ഷേ ഈ തിരികെ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ അങ്ങനെയല്ല. MV ഗോവിന്ദൻ്റെ മകനുമായിട്ടുമൊക്കെ അടുത്ത ബന്ധമുള്ള കുടുംബ ബന്ധമുള്ള MV ഗോവിന്ദൻ UK പോയപ്പോൾ താമസിച്ചത് രാജേഷ് കൃഷ്ണയ്ക്കൊപ്പമാണ്. അവിടെ ഒരു പുസ്തക പ്രകാശനത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അങ്ങനെ വളരെ അടുത്ത ബന്ധമുണ്ട്. സ്വാഭാവികം. അതുകൊണ്ട് തന്നെയാകാം ഇയാൾക്കെതിരെയുള്ള ഈ പരാതി പൂഴ്ത്തിവെക്കുകയോ അല്ലെങ്കിൽ വേണ്ടത്ര ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യാതെ പോയത്. കേന്ദ്ര കമ്മിറ്റിക്ക് കിട്ടുന്ന പരാതിയും സ്വാഭാവികമായും സംസ്ഥാന നേതൃത്വത്തിന് കൈമാറണം. ശരിയാണ്. ഇപ്പോൾ അരുൺ, കഴിഞ്ഞ ദിവസം വരെ ഈ പരാതി ചോർന്നതിനെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. പക്ഷേ അതും കടന്ന് ഈ പരാതിയിലെ കണ്ടന്റിലെ കാര്യങ്ങൾ പോയിരിക്കുകയല്ലേ. അത് മാത്രമല്ല, ഈ പരാതി കിട്ടിയിട്ടും എന്തുകൊണ്ട് സംസ്ഥാന നേതൃത്വം മറച്ചുവെച്ചു, നടപടി ഉണ്ടായില്ല എന്നുള്ള കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയല്ലേ, പരാതി ചോർന്നതിനും അപ്പുറത്തേക്കായിട്ട്. പരാതി ചോർന്ന കാര്യത്തിൽ എന്തായാലും ഇനി ചർച്ചകൾ പോകുന്നത് ആര് ചോർത്തി എന്നുള്ളത് തന്നെയായിരിക്കും. പക്ഷേ അതിനും മറ്റു വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും വന്നു കഴിഞ്ഞുവല്ലോ. ഇപ്പോൾ ഈ പറയുന്ന രാജേഷ് കൃഷ്ണയുടെ അഭിഭാഷകന്റെ BJP ബന്ധം അതുപോലും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലായിട്ടുണ്ടല്ലോ. മഞ്ജുഷ, അത് തന്നെയാണ്. സ്വാഭാവികമായും കേന്ദ്ര നേതൃത്വത്തിന് കത്ത് കിട്ടുമ്പോൾ അത് കേരളത്തെ കൂടി ബാധിക്കുന്ന വിഷയം തന്നെയാണ്. കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായാണ് ഇയാൾക്ക് അടുത്ത ബന്ധം. ആ ബന്ധം ദുരുപയോഗം ചെയ്താണ് ഇയാൾ പല കാര്യങ്ങളും നേടുന്നതെന്ന് ആ കത്തിലുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആ കത്ത് സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പാകെ അല്ലെങ്കിൽ സെക്രട്ടറി മുമ്പ് ചർച്ച ചെയ്യാൻ വരേണ്ടതാണ്. പക്ഷേ അത്തരമൊരു ചർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ഇതുവരെ അറിയാൻ കഴിയുന്നത്. ഈ രാജേഷ് കൃഷ്ണക്കെതിരായ പരാതി, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഇയാളുമായുള്ള ബന്ധം, ഈ കാര്യങ്ങളും ഒന്നും CPM-ന്റെ സംസ്ഥാന ഘടകം ചർച്ച ചെയ്തിട്ടില്ല. ആ പരാതി എന്തുകൊണ്ട് ചർച്ച ചെയ്യാതെ മാറ്റിവെച്ചു എന്ന ചോദ്യത്തിന് കൂടി ഒരുപക്ഷെ MV ഗോവിന്ദനും നേതൃത്വവും മറുപടി പറയേണ്ടി വരും. ഇത്ര ഗുരുതരമായ ആരോപണം പാർട്ടി നേതാക്കളുമായി ബന്ധമുള്ള ഒരാളെക്കുറിച്ച് ഉയർന്നു വന്നപ്പോൾ അയാൾ UK-യിലെ ചെറിയ ഘടകമാകാം CPM ഘടകം, പക്ഷേ അവിടുത്തെ നേതാവ് കൂടിയാണ് അയാൾക്ക് ഒരു പരാതി വന്നിട്ട് എന്തുകൊണ്ട് സംസ്ഥാന ഘടകമോ പൊളിറ്റ് ബ്യൂറോയോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയോ ഒക്കെ അത് ചർച്ച ചെയ്യാതെ മാറ്റിവെച്ചു? ആരാണ് ആ പരാതി മുക്കിയതെന്ന ചോദ്യത്തിന് കൂടി ഇപ്പോൾ വരുന്നത് ആര് ചോർത്തി എന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ്. പക്ഷേ ആരാണ് ആ പരാതി പൂഴ്ത്തിവെച്ചത്, പരാതി കണ്ടില്ലെന്ന് നടിച്ചത്, ആ പരാതി വന്നിട്ട് പോലും എങ്ങനെ UK ഘടകത്തിൽ നിന്ന് പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധിയായി മധുരയിൽ എത്താൻ രാജേഷ് കൃഷ്ണയ്ക്ക് കഴിഞ്ഞു എന്ന ചോദ്യം കൂടിയാണ്. അതിന് സംസ്ഥാന ഘടകം മറുപടി പറഞ്ഞേ തീരൂ. അതിനെ അസംബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുവാൻ കഴിയുകയില്ല. ഇന്ന് P. ജയരാജൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. CPM-നെതിരെ ഉയരുന്നത് അൽപായുസ് മാത്രമുള്ള വിവാദങ്ങളെന്നാണ് P. ജയരാജൻ പറഞ്ഞത്. കത്ത് വിവാദം അത്തരത്തിലൊന്നാണ്. ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞ വലതുപക്ഷ മാധ്യമങ്ങളാണ് വിവാദത്തിന് പിന്നിലെന്നും P. ജയരാജൻ കുറ്റപ്പെടുത്തി. P. ജയരാജന്റെ വാക്കുകളിലേക്ക്. CPM-നെതിരെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇങ്ങനെ അൽപായുസുള്ള വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. അതേപോലെ ഈ കത്ത് വിവാദവും അൽപായുസ് മാത്രമുള്ളൊരു കാര്യമായി